അപ്പൊ നമ്മൾ തിരിച്ച് അരുൺ ഗിന്നസിലേക്ക് വരുന്നു. അരുൺ ഗിന്നസ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിനീത് ശ്രീനിവാസന്റെ പാട്ടിൽ നമുക്ക് തുടങ്ങാം. സിറ്റുവേഷൻ പറ്റിയ പാട്ട്. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. ഇനി ശബ്ദം അതായത് നമുക്ക് ഇൻസ്ട്രുമെന്റ് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു പാട്ട് എക്കോ ഇട്ടിട്ട് പാടാം, തൊണ്ട കൊണ്ട് എക്കോ ഇട്ടിട്ട് പാടാം. യെസ്, അതും നമ്മുടെ സിറ്റുവേഷൻ പറ്റിയ ഒരു പാട്ടാണ്. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിന് നിൽക്കുന്നൊരാ നെല്ലിൽ മരമൊമോ നൂലുലു തൂവാൻ മോഹം, മരമൊമോ നൂലുലു തൂവാൻ മോഹം. ഇത് ഞങ്ങളുടെ ഓഡിയോ കൺസോളിൽ നിന്ന് എക്കോ വരുന്നതല്ല, അവിടെ അങ്ങനെ എക്കോ ഒന്നും വരാറില്ല. എന്നാൽ പോലും ഓഡിയോ സിസ്റ്റത്തിൽ എക്കോ അല്ല, ഇത് ഒറിജിനൽ ആയിട്ടുള്ള തൊണ്ടയിൽ നിന്ന് വന്നിരിക്കുന്ന വേറെ പാടാം, ചക്രവർത്തി എന്നുള്ള പാട്ടാണ്. അത് എക്കോ ജസ്റ്റ് ഒന്ന് പാടാം. ചക്രവർത്തിനി എക്കോ ഇല്ല, ഈ പാട്ട് എക്കോ ഇട്ട് പാടുമ്പോൾ ചക്രവർത്തിനി ശിൽപഗോപുരം രം തുറന്നു പുഷ്പുഷ്പ പാതുകം കം പുറത്തു വയ്ക്കുകി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കയ്യിലിട്ടായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇനി ഇൻവെറേറ്റഡ് എന്ന ഫീമെയിലേഴ്സ് നമുക്ക് വാണിജ്യറാമിന്റെ ശബ്ദത്തിൽ പാടാം. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ മന്ദനീല നിശീതിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മരവതി നിന്റെ ചുടയിണയിൽ. നല്ല കട്ടത്താടി വാണിജ്യറാമിന്റെ ശബ്ദം, അപൂർവ കോമ്പിനേഷൻ ആയിരുന്നു അല്ലെ? എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ധനശ്രീ? നന്നായിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത ഐറ്റം? ഇനി നമുക്കൊരു മോർഫിംഗ്, അതായത് ഒരു പാട്ടിൽ നിന്ന് മറ്റൊരു പാട്ടിലേക്ക്. ഇപ്പൊ ഞാൻ ഒരു പാട്ട് പാടാം. ഞാനും എൻ്റാളും 40 പേരും. അടുത്ത വരി എന്താ? അല്ലേ? അടുത്ത വരി അതല്ല, നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ടിലേക്കാണ് പോകുന്നത്. പാടാം. ഞാനും എൻ്റാളും 40 പേരും അത്തായും കുച്ചാണ്ട് പാണം കത്തണുമാ കുപ്പായക്കാരി എന്തിനാടി മോളെ തല തല്ലിക്കരയണത്? ഞാനൊന്നു നോക്കി, അവൾ എന്നെയും നോക്കി. അത്തായം വേണ്ട എനിക്ക്, എന്റെ അച്ഛനെ മാത്രം മതി. കാര്യങ്ങളുണ്ട്. ഇനി വേണമെങ്കിൽ ചെയ്യാം. ഒരു വെറൈറ്റി കൂടെ ജാസിപ്റ്റിന്റെ വോയിസ് പാട്ടുവിടാം. ഏത് പാട്ടാണ്? അന്നക്കിളി ഉണ്ടോ? ഓക്കെ. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കന പേറി വന്നു, കണ്ണിക്കിളി നീ എണ്ണിൽ പൊന്തൂവൽ വീശി നിന്നു, അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കൊയില നീ പാടി, തുള്ളിത്തിരതുള്ളും തുള്ളാറ കാറ്റിൽ മാനായി മാറി. താങ്ക് യു. എങ്ങനെയുണ്ട് പ്രകടനങ്ങളെ? അടിപൊളിയല്ലേ? കുറച്ചേരം കൂടി ഇരുന്ന ധനശ്രീയുടെ സൗണ്ടിൽ പാടും. ധനശ്രീ രോഗിയിരിക്കുകയല്ലേ? കൊള്ളാം അരുൺ. അപ്പൊ തകർത്തിട്ടുണ്ട്. അപ്പം ഈ വീട്ടിലൊക്കെ പോയി ഭാര്യ കളിപ്പിക്കും ഇങ്ങനെ ശബ്ദമൊക്കെ മാറ്റി? ഇല്ല, ശബ്ദം മാറ്റി ഇല്ല. ആരെ കളിപ്പിക്കത്തില്ല? വേറെ ആരെങ്കിലും കളിപ്പിക്കാറുണ്ട്? ഇല്ല, കളിപ്പിക്കാറില്ല. ഓക്കെ. അപ്പൊ ഇല്ല, അങ്ങനെയുള്ള കക്ഷിയൊന്നുമല്ല അല്ലെ? ഈ ക്യാമ്പസിന്റെ വൈബൊക്കെ എത്ര കാലമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്? എനിക്ക് ചെറുപ്പം തൊട്ട് നഷ്ടപ്പെടുന്ന ഞാൻ ക്യാമ്പസിൽ പഠിച്ചു. എനിക്ക് ഇവിടെ വന്നപ്പോ ആ ഒരു ഫീൽ. എവിടെയാ പഠിച്ചത്? അവസാനം പഠിച്ചത് എവിടെയാ? ഞാൻ കുട്ടുമ്പുഴ. എന്റെ സ്ഥലം കോതമംഗലാണ്. ഇതല്ലാതെ വേറെ എന്താ പരിപാടി? സൗണ്ട് എഞ്ചിനീയർ ആണ്. സൗണ്ട് എഞ്ചിനീയർ ആണ്. വണ്ടർഫുൾ. അപ്പൊ സൗണ്ട് എഞ്ചിനീയർ ആണ്. സൗണ്ടിൽ പരീക്ഷണങ്ങൾ നടത്തും, എക്കോ എല്ലാം. ഞാൻ സൗണ്ട് എഞ്ചിനീയർ പോയപ്പോഴാണ് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കിയത്. അപ്പൊ ക്യാമ്പസിൽ എങ്ങനെയുണ്ട് പുതിയ വൈബ്? CMS കോളേജ്? അയ്യോ, ഇങ്ങനെയൊക്കെ ഒരു വൈദ് കിട്ടുവായിരുന്നെങ്കിൽ നമ്മളൊക്കെ പണ്ടേ വേറെ ലെവലിൽ. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളാണ്. തീർച്ചയായിട്ടും.